പ്രിയപ്പെട്ടവരെ, കോട്ടയം ജില്ലയിലേക്കൊന്ന് പോയാൽ കോട്ടയം ജില്ലയിലെ പടിഞ്ഞാറൻ മേഖലയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളക്കെട്ട് അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലാണ്. ജില്ലയിലെ 114 ക്യാമ്പുകളിലായി 3714 പേരെ പാർപ്പിച്ചിട്ടുണ്ട്. കുമരകം കോട്ടയം റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് തടസ്സപ്പെട്ട ഗതാഗതം ഇതുവരെ പുനഃസ്ഥാപിക്കാനായിട്ടില്ല. ഇല്ലിക്കൽ കവലയിൽ നിന്നും കെ അഖിൽ തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഖിൽ, വെരി ഗുഡ് മോർണിംഗ്. കോട്ടയത്ത് പൊതുവെ എന്താണ് അവസ്ഥ? മാനമൊന്ന് തെളിഞ്ഞു വരുന്നുണ്ട്, പക്ഷേ വെള്ളം അങ്ങനെ കാര്യമായി ഇറങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് കോട്ടയം കുമരകം പാതയിൽ ഇന്നലെ രാത്രിയിൽ കാര്യമായ മഴ പെയ്തില്ലല്ലോ അല്ലേ അവിടെയെങ്കിലും? ഡോക്ടർ അരുൺകുമാർ പറഞ്ഞതുപോലെ തന്നെയാണ്, ഇന്നലെ കാര്യമായ മഴ രാത്രിക്ക് ശേഷം പെയ്തിട്ടില്ല. പക്ഷേ ഇടവിട്ട് ചെറിയ മഴ ലഭിക്കുകയും ചെയ്തിരുന്നു. ഒരു ആശ്വാസകരമായ കാര്യം എന്ന് പറയുന്നത് കിഴക്കൻ മേഖലയിൽ നിന്ന്, അതായത് പാലായിലും അതുപോലെ തന്നെ ഇരാറ്റുപേട്ടിലൊക്കെ പോകുമ്പോൾ അവിടെ മീനച്ചിലാറിൽ അവിടെ ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട് എന്നുള്ളത് വലിയ ആശ്വാസകരമായ കാര്യമാണ്. അവിടെ വെള്ളം താഴുമ്പോഴാണ് സ്വാഭാവികമായും പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളം കുറയുക. ഇന്നലത്തേക്കാൾ കുറച്ചുകൂടിയൊക്കെ വെള്ളം ഇവിടെ കൂടിയിട്ടുണ്ട്. പടിഞ്ഞാറൻ മേഖലയിലെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഇല്ലിക്കൽ കവലയിലാണ്. ഇവിടെയൊക്കെ കുറച്ചുകൂടി വെള്ളം കൂടിയിട്ടുണ്ട് എന്നാണ് ആളുകൾ പറയുന്നത്. അത് ഇന്നലെ പാലയിലൊക്കെ വെള്ളം കയറുന്നു. ആ വെള്ളം ഒഴുകി ഇവിടേക്ക് എത്തി ആ ഒഴുക്ക് കൂടിയതാണ്. പക്ഷേ ഇപ്പോൾ അവിടെ വെള്ളം കുറഞ്ഞു എന്ന് പറയുന്ന ആശ്വാസകരമായ കാര്യമാണ്. രാവിലെ ജോലിക്ക് പോകുന്നു, ജോലിക്ക് ഇറങ്ങിയതാണ്. ജോലിക്ക് പോവാണ്. 3-4 ദിവസമായിട്ട് പണിക്ക് പോകാൻ പറ്റുന്നില്ല. ഈ വെള്ളക്കെട്ട് ഇവിടെ രൂക്ഷമായിട്ട് കിടക്കുകയാണ്. ഇത് ഇനി ഒരാഴ്ചയൊക്കെ എടുക്കും. ഇവിടെ നിന്ന് വെള്ളം ഇറങ്ങി ഈ പടിഞ്ഞാറൻ പ്രദേശത്ത് നിന്ന് മൊത്തം പോകണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഒന്നാമത്തെ കാര്യം വെയിലില്ല. വെയിൽ വന്ന് കടലിൽ വെള്ളം വലിക്കാതെ ഒന്നും നടക്കത്തില്ല. ഇപ്പം ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ കുടിവെള്ളമില്ല. അറ്റിലിത്ര വഴിയിലൊക്കെ വെള്ളമാണെങ്കിലും കുടിവെള്ളത്തിൻ്റെതായ വലിയൊരു പ്രശ്നമാണ്. പൈപ്പ് ലൈൻ ഇല്ല, പമ്പിങ് എങ്ങും നടക്കുന്നില്ല. ഇപ്പോൾ ഏറ്റവും അത്യാവശ്യം ചെയ്യേണ്ടത് ഒന്നും കിട്ടിയില്ലെങ്കിലും കുടിക്കാനുള്ള വെള്ളമെങ്കിലും അധികൃതർ എത്തിക്കുക എന്നുള്ളൊരു ഒന്നും കിട്ടുന്നില്ല. പൈപ്പ് വെള്ളം എങ്ങും ഇല്ല. എല്ലാം ഒന്ന് ചോദിക്കും, അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ആൾക്കാർ വരുന്നുണ്ട്. NDFRന്റെ സംഘം ഇന്നലെ ഇവിടെ നിന്നിട്ട് പോയി. ഇതൊന്നും അല്ലല്ലോ ഇവിടുത്തെ ബേസിക് ആയിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ കുടിവെള്ളമാണ്. ഭക്ഷണത്തിൻ്റെ കാര്യം പിന്നെ എന്തെങ്കിലുമൊക്കെ റേഷനരിയൊക്കെ ഇട്ടാണല്ലോ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ കഞ്ഞി കുടിക്കുമായിരിക്കും. പക്ഷേ കുടിവെള്ളം ഒരു വലിയ വിഷയമാണ്. ഇതിപ്പോൾ എല്ലാ വർഷവും ഞങ്ങളിങ്ങനെ അനുഭവിക്കുകയാണ്. ഈ പടിഞ്ഞാറൻ പ്രദേശത്തുള്ള 10,000-കണക്കിന് ആൾക്കാർ. ഇത് തിരുവാർ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ അതുപോലെ ജനങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. അതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രദേശമാണ് ഇന്ന് ഇങ്ങോട്ട് കിടക്കുന്നത്. 18 വാർഡുകളിലുള്ള ജനങ്ങൾ ഇത് ശരിക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് അതുപോലെ തന്നെയാണ്. അതായത് വെള്ളം വലിയ തോതിലാണ്. ഇതിന് അങ്ങോട്ടേക്ക് മൊത്തം വെള്ളമാണ് എന്നുള്ളതാണ്. അതായത് തിരുവാർപ്പ് വരുന്നുണ്ട്, കുമരകം വരുന്നുണ്ട്, ചെങ്ങളം വരുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ തന്നെ വെള്ളക്കെട്ടാണ്. ഇവിടെയൊക്കെ നിരവധി ക്യാമ്പുകൾ ഇതിനുള്ളിൽ, അതായത് ഈ വെള്ളക്കെട്ട് കഴിഞ്ഞതിന് അപ്പുറത്തേക്കാണ് ക്യാമ്പുകൾ എന്നുള്ളതാണ്. അതായത് അവിടെയൊക്കെ വെള്ളം താഴെ കിടക്കുകയാണ്. അതിൽ ചില പൊന്തി നിൽക്കുന്ന സ്ഥലത്തുള്ള 1-2 സ്ഥലങ്ങളിൽ ക്യാമ്പുകൾ വെച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത്രത്തോളം വലിയ വെള്ളക്കെട്ട് ഈ ഭാഗങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് അരുൺകുമാർ. അതായത് 1-2 ബസ്സുകൾ മാത്രമാണ് ഈ വഴി ഇപ്പോൾ സർവീസ് നടത്തുന്നത്. ഇത് ചേർത്തലയിൽ നിന്നും അതുപോലെ തന്നെ ചേർത്തലയിലേക്ക് പോകുന്നതാണ്. ഈ റോഡ് നേരെ പോകുന്നത് ഇടതുവശത്തേക്ക് പോയി കഴിഞ്ഞാൽ തിരുവാർപ്പ്, മലരിക്കലൊക്കെ ആയിട്ടുള്ള ഭാഗങ്ങളിലേക്കും, വലതുവശത്തേക്ക് പോയി കഴിഞ്ഞാൽ കുമരകം, അതുപോലെ വൈക്കം, ചേർത്തലക്കൊക്കെ പോകുന്ന പ്രധാന റോഡാണ്. നമുക്ക് ആ ഒരു ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഒരു ജീപ്പ് വരുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് അവിടെ എത്രത്തോളം വെള്ളമുണ്ട് എന്നുള്ളത് നമുക്ക് ആ ജീപ്പിന്റെ ഏകദേശം ഒരു ടയറിന് മുകളിലേക്കും പകുതിയോളം ഒക്കെ വെള്ളം ഉണ്ട് എന്നുള്ളതാണ്. അത്രത്തോളം വലിയ വെള്ളക്കെട്ട് അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അപ്പുറത്തേക്ക് ബസ്സുകൾ പോലും ചെറിയ കാറുകൾക്കോ സ്കൂട്ടറുകൾക്കോ ഒന്നും കടന്നു വരാൻ പറ്റൂല. അതിൻ്റെയൊക്കെ സൈലൻസർ വെള്ളം കയറും. ആ ജീപ്പ് ഒരു 4-വീൽ ജീപ്പ് ആയതുകൊണ്ടും കുറച്ച് ഉയർന്നു നിൽക്കുന്നത് കൊണ്ടും ടയറിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളത് കൊണ്ടും ആ ജീപ്പിക്ക് കടന്നു വരാനാണ് സാധ്യത. ജീപ്പ് ഇടയ്ക്ക് എന്താ സംഭവിച്ചത്? ഇല്ല, ജീപ്പ് നീങ്ങുന്നുണ്ട് അല്ലേ? ഇത് കോട്ടയം കുമരകം പാതയാണ്. ഇല്ലിക്കൽ എന്ന സ്ഥലത്താണ് ഇപ്പോൾ ജീപ്പ് ആ വെള്ളക്കെട്ടിൽ കുറുകെ കടക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. കോട്ടയത്തെ താഴ്ന്ന പ്രദേശങ്ങൾ, പത്തനംതിട്ടയുടെയും ഒക്കെ താഴ്ന്ന പ്രദേശങ്ങൾ പലതും ഇപ്പോഴും വെള്ളത്തിനടിയിൽ തന്നെയാണ്. റോഡുകളിൽ വെള്ളം കയറുന്നതാണ് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഇപ്പോൾ MC റോഡിൽ തിരുവല്ല കുറ്റൂർ റോഡിൻ്റെ ഭാഗത്ത് വെള്ളക്കെട്ടുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഇല്ലിക്കലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. കോട്ടയത്ത് കുമരകത്തേക്ക് പോകുന്ന ഇല്ലിക്കൽ ഭാഗത്ത് വെള്ളം ഇങ്ങനെ ഉയർന്നു തന്നെ നിൽക്കുന്നു. അവിടെ ജീപ്പ് കൊണ്ട് അവിടെ നിൽക്കുകയാണല്ലോ. എന്താ പറ്റിയത്? ജീപ്പ് നിന്നുപോയാ? ഓഫായി. ഡോക്ടർ അരുൺകുമാർ, ജീപ്പ് ഓഫായി പോയിരിക്കുന്നു. അതായത് എനിക്ക് പതുകെയായി ഓഫായി പോയിട്ടുണ്ട്. ഇനിയിപ്പോ തള്ളേണ്ടി വരും. അതെ, ആളുകൾ തള്ളി കൊടുക്കുകയാണ്, അല്ലാതെ മറ്റു വഴിയില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അതൊരു പ്രതിസന്ധി ആയിരിക്കുന്നു. അതെ, ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു വരികയായിരുന്നു. അതിനിടയ്ക്കാണ് കാരണം ഈ സൈലൻസിനകത്ത് വെള്ളം കയറിയാൽ എഞ്ചിനിലേക്ക് പെട്ടെന്ന് വെള്ളം കയറും, പെട്ടെന്ന് വണ്ടി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മളുടെ കോൺഫിഡൻസിലൊക്കെ ഈ ജീപ്പൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങും. അതാ ചേട്ടന്മാർക്കിനി വെള്ളത്തിലിറങ്ങേണ്ടി വരും, അത് തള്ളി നീക്കേണ്ടി വരുന്നൊരവസ്ഥയാണ്. ഇത് കോട്ടയം കുമരകം റോഡിൻ്റെ അവസ്ഥയാണ് പ്രേക്ഷകർ കാണുന്നത്. അത് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ഇത് മറികടന്ന് വരും എന്നാണ് വിചാരിച്ചത്. ഇപ്പോൾ ഈ ചില SUV ഒക്കെ കയ്യിലിരിക്കുന്ന ആൾക്കാരെ വിചാരിക്കും ഈ ചെറിയ വെള്ളക്കെട്ടല്ലേ, അതൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് പോകാം എന്ന് കരുതും. പക്ഷേ അങ്ങനെയല്ല, വണ്ടി നിന്നു പോയാൽ വലിയ പാടാണ്.
ഇനി നിന്ന് പോയില്ലെങ്കിൽ പോലും വണ്ടിയുടെ ഈ ടയറിൻ്റെ ഗ്രിപ്പൊന്നും ചിലപ്പോൾ കിട്ടൂല. വെള്ളത്തിലേക്ക് വന്നാൽ ടയർ കാറ്റടിച്ച് കിടക്കുന്ന സാധനമല്ലേ, മുങ്ങിപ്പോവും. അതാണ് പ്രശ്നം. അപ്പോൾ എന്തായാലും സൂക്ഷിക്കുക. അതാ കണ്ടില്ലേ, നമ്മുടെ കൺമുന്നിലാണ് ഒരു ജീപ്പ് വന്ന് അവിടെ വന്ന് പെട്ടുപോയത്. വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടായാൽ അതിനെ മുന്നോട്ട് നീക്കാം, അല്ലെങ്കിൽ ആൾക്കാർ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് എന്ന് തോന്നുന്നു. വണ്ടി ഇപ്പോൾ മുന്നോട്ട് സാവധാനം നീങ്ങും. നീങ്ങുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വീണ്ടും നിന്നു. ഇതാണ് ഇല്ലിക്കൽ കവലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അതിനകത്ത് യാത്രക്കാരുണ്ടെന്ന് തോന്നുന്നു അല്ലേ അഖിൽ? അഖിലിന്റെ മുട്ടോളം വെള്ളമുണ്ട്. ഉണ്ട്. വെള്ളക്കെട്ടിൽ നിന്നും പുറത്തേക്ക് വരുന്ന ആളുകളാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് അവര് വെള്ളക്കെട്ടിൽ കുടുങ്ങിയതാണ്. അവരെ അവിടെ നിന്ന് കൊണ്ടുവരായിരുന്നു. വെള്ളക്കെട്ട് കുടുങ്ങിയവരെ കൊണ്ടുവരും ഹോസ്പിറ്റലിലോട്ട് പോവുമായിരുന്നു. അതിലേക്ക് പോവായിരുന്നു. വെട്ടുപോയി. നമുക്ക് തള്ളി കയറ്റിയിട്ട് അത് നോക്കാം. ഡോക്ടർ അരുൺകുമാർ അവർ ആശുപത്രിയിലേക്ക് പോകുന്ന ആളുകളാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത് തള്ളി കരയിലേക്ക് കയറ്റിയതിന് ശേഷം മാത്രമേ സാധിക്കൂ എന്ന് നമ്മൾ കരുതുന്നു. എന്തായാലും അതേ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ എന്തായാലും സൈലൻസറിന്റെ ഭാഗത്ത് വെള്ളം കയറിയിട്ടുണ്ട്. കുറച്ചുകൂടി അപ്പുറത്തേക്ക് അടിയന്തര ആവശ്യത്തിന് പോയവരാണ്. 4 വീലർ വില്ലീസിന്റെ ജീപ്പാണ്. അത് കയറി പോകുമെന്ന് അവർ കരുതി കാണും. എന്തായാലും വെള്ളക്കെട്ടിൽ അത് കുടുങ്ങിപ്പോയിരിക്കുന്നു. അതിനെ തള്ളി കരയിലേക്ക് എത്തിച്ചാൽ മാത്രമേ എന്തെങ്കിലും സാധിക്കൂ. ഒരു ആശുപത്രിയിലേക്ക് അടിയന്തരമായി പോകുന്നവരല്ലേ? അതെ. ഓക്കെ, നമ്മുടെ റിപ്പോർട്ടർ അഖിൽ കൂടി തള്ളി വിൽസനെ നമ്മൾ വില്ലീസ് വണ്ടിയാണ്. ആ വണ്ടി നമ്മളിപ്പോൾ കരയ്ക്ക് കയറ്റുന്നുണ്ട്. ഇപ്പോൾ കുറച്ചൊന്ന് ഭേദപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ മെക്കാനിക്ക് വരേണ്ടി വരും, അതല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് പോകാം. അങ്ങോട്ട് പഴയ മോഡൽ വില്ലീസ് വണ്ടിയാണ്. അപ്പോൾ ഇത് നീങ്ങി പോകേണ്ട വണ്ടിയായിരുന്നു. കാര്യം അതിൻ്റെ സൈലൻസറും അതിൻ്റെ പുകക്കുഴലും ഒക്കെ എക്സോസ്റ്റ് പൈപ്പൊക്കെ കുറച്ച് മുകളിലേക്കാണ് വെച്ചിരുന്നത്. പക്ഷേ എന്ത് ചെയ്യാം, വെള്ളക്കെട്ടിൽ ഒന്ന് കുടുങ്ങിപ്പോയി. നമ്മുടെ അഖിലടക്കമുള്ളവരൊന്ന് കൈവച്ചിട്ടുണ്ട്, ഒന്ന് തള്ളിയിട്ടുണ്ട്. നമ്മളിവിടെ ഒന്ന് തള്ളിയിട്ടുണ്ട്. കൊള്ളാം, നല്ല വില്ലീസ് വണ്ടിയാണ്. നമ്മളിവിടെ തള്ളിയിട്ട് കാര്യമില്ല, ഫീൽഡിൽ പോയി തള്ളിയിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്തായാലും ജീപ്പ് തൽക്കാലം ആ വെള്ളക്കെട്ടിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ആശുപത്രിയിലേക്ക് പോകാൻ വന്നവരാണ് പാവങ്ങൾ. എന്തായാലും വെള്ളക്കെട്ടിലൊന്ന് കുടുങ്ങിപ്പോയി. പിന്നെ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് പോകണം. വീണ്ടും അടുത്ത വെള്ളക്കെട്ടിലേക്കാണ് അവർ കയറുക. അതാണ് ആശങ്കയുള്ളത്. ഇവിടെ എക്സോസ്റ്റ് പൈപ്പ് കുറച്ച് മുമ്പിൽ വയ്ക്കുന്നത് കൊണ്ട്, ഉയർന്നിരിക്കുന്നത് കൊണ്ട് അങ്ങനെ കയറില്ല. പക്ഷേ എന്നാലും എഞ്ചിൽ എവിടെയോ വെള്ളം കയറിയതാവാം ഒരു പക്ഷേ ഈ ബുദ്ധിമുട്ടുണ്ടാക്കിയത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കോട്ടയത്ത് നിന്നുള്ള രഞ്ജിത്തെ കളത്തിൽപ്പടി പകർത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അത് സ്റ്റാർട്ട് ചെയ്ത് അവരത് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അതിലാണ് വെള്ളത്തിൽ കുടുങ്ങിപ്പോയത്. അപ്പോൾ ഇത്തരം കാഴ്ചകൾ പല സ്ഥലങ്ങളിൽ നിന്നും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണാം. അപ്പോൾ നമുക്ക് നേരെ ഇനി കോട്ടയത്ത് നിന്ന് നമുക്ക് റാന്നിക്ക് പോകാം. റാന്നിയിൽ എന്താണ് അവസ്ഥ എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. സാധാരണ റാന്നിയിലാണ് ഈ വെള്ളം ആദ്യം കയറുന്നത്. അതിനുശേഷമാണ് പിന്നീട് ആറന്മുളയിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ടായി, വണ്ടി പോയി. താങ്ക് യു ചേട്ടാ.